കുറച്ച് ചോറ്, അതിൻ്റെ സൈഡിൽ എന്തെങ്കിലും ഒരു മെഴുക്ക് പുരട്ടിയും ഒരു ചെറിയ അച്ചാറും, അതിൻ്റെ മുകളിൽ ചൂട് രസവും, അതിൻ്റെ മുകളിൽ കുറച്ച് മോരും ഒഴിച്ച് ഉപ്പും ചേർത്ത് നന്നായി ഞെരടി ഒന്ന് കഴിക്കുന്നത് ആലോചിച്ച് നോക്കൂ. വായിൽ വെള്ളം വരുന്നില്ലേ? ഈ വീഡിയോ കാണുമ്പോൾ എൻ്റെയും വായിൽ വെള്ളം വരുന്നുണ്ട്. നമ്മുടെ സദ്യയിലെ ഏറ്റവും ലാസ്റ്റ് വിളമ്പുന്ന ഒരു വിഭവമാണ് രസം. നമുക്കിന്ന് അതുണ്ടാക്കാം. അതിനുവേണ്ടി ചെറിയുള്ളി, ഇഞ്ചി, തക്കാളി, പച്ചമുളക്, മല്ലിയില മസ്റ്റായിട്ടും വേണം. പിന്നെ ഇതിൻ്റെ കൂടെ വെളുത്തുള്ളിയും വേണം. ഞാനൊരു കഷ്ണം ഇഞ്ചി ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും രസത്തിൽ ഇഞ്ചി ആഡ് ചെയ്യാറുണ്ടോ? എനിക്കൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. ഞാനിവിടെ ഇതെല്ലാം ചതച്ചാണ് ഉപയോഗിക്കുന്നത്. നമ്മളിതെല്ലാം ചതച്ചെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ സ്വാദ് കൂടും. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് ഈ പറഞ്ഞ എല്ലാം കടുകും മുളകും താളിച്ച് ഇട്ട് വഴറ്റിയെടുക്കുക. നന്നായി വഴന്ന് വരുമ്പോൾ അതിനകത്തേക്ക് തക്കാളി ആഡ് ചെയ്യുക. ഞാനിവിടെ ചെറിയ തക്കാളി ആയതുകൊണ്ട് 3 എണ്ണം ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആളുകൾ കുറവാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ആഡ് ചെയ്താൽ മതി. തക്കാളി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ക്വാണ്ടിറ്റി കൂടി കിട്ടുക. അതിനകത്തേക്ക് നമ്മുടെ മസാലകളായ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എന്നിവ ആഡ് ചെയ്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഞാനൊരു കഷ്ണം പുളിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പുളിവെള്ളം ഇടേണ്ടവർക്ക് പുളിവെള്ളം ഒഴിക്കാം. അതിനുശേഷം കുരുമുളകും ഉപ്പും കായവും നോക്കി ആഡ് ചെയ്യുക. ലാസ്റ്റ് മല്ലിയില ആഡ് ചെയ്യുക. നിങ്ങൾക്ക് പരിപ്പ് വേവിച്ച വെള്ളം ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ നല്ലൊരു രസമായിരിക്കും. ട്രൈ ചെയ്യണേ. താങ്ക് യു.